കൊച്ചിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? അതെ, സാറ കൊച്ചി അല്ല സാറ. അതിവിടുന്ന് പോയല്ലോ. പോയെന്നാ? എങ്ങോട്ട്? അതിന്റെ വീട്ടിലേക്ക്. വീട്ടിലേക്കാ? എന്നിട്ട് എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. അത് നിന്നോട് പറയുന്നേ. നീ ആരാ? ദൈവമേ, ഈ വട്ടി പറയുന്ന വിശ്വസിക്കാമോ? സാറേനും വരൂലേ? അത് പോയത് നന്നായി. അതൊരു മൂശാട്ടായിരുന്നു. എന്നിട്ട് ടോണി പറഞ്ഞല്ലോ 2 ദിവസം കഴിയുമ്പോ വരുന്നു. വിനീതേ, എന്തോ പൊട്ടനാണോ? അല്ല, നോർമലാ. പിന്നെന്താ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവാത്ത? അതിന് കാര്യായിട്ട് തോന്നണ്ടേ പറയണ കാര്യങ്ങള്? കാര്യായിട്ട് പറഞ്ഞാണോ? അതെ. എന്നാ കേട്ടോ, സാറ പോയ ഒഴിവിലേക്കാ ഇവിടെ നടന്ന ഇന്റർവ്യൂ. അവൾക്ക് പകരാൻ നമ്മള്. മനസ്സിലായടാ? പോട്ടെ. ദൈവമേ, ഞാൻ പണി മേടിച്ച അവളെ കറക്കാൻ ഇവിടെ കയറിയത് അവള് പോയ ഒഴിവിലായിരുന്നു. വിനീതേ, കോഫി ഷോപ്പിലെ വർക്ക് തിരക്കി പിടിച്ചാ എന്താടോ ഒറ്റയ്ക്കുന്നൊരു സംസാരം? സാറേ ഇനി വരില്ലല്ലേ? ഇല്ല. ഓഹോ, അപ്പൊ ടോണി എന്നോട് കള്ളം പറഞ്ഞാണല്ലേ? അതല്ല, നീ എന്താ ചോദിച്ചത്? ഇനി വരില്ലെന്നാണോ? ഓ, ഞാൻ കേട്ടത് ഇന്ന് വരില്ല എന്നാണോന്നാ. ഇല്ല, ഇന്ന് വരില്ല, മറ്റന്നാ വരും. ഓഹോ, അത് ശരി. എന്തിനാ ടോണി എന്നോട് കള്ളം പറയുന്നത്? അവള് പോയ കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം എന്റെ സമയം പാഴാവില്ലായിരുന്നല്ലോ. ആരുടെ സമയം പാഴായിട്ടൊന്നുമില്ല. അതൊക്കെ എന്റെ വെറും തോന്നല. നീ വിചാരിക്കുമ്പോൾ അവൾ പോയിട്ടൊന്നുമില്ല. അവൾ വരും. പോരെ? പോരാ. പിന്നെന്ത് വേണം? അവളിവിടെ വരും എന്നുള്ള ഉറപ്പ് വേണം. നിനക്ക് ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ നീ ഇവിടെ പണിയെടുക്കത്തില്ല? അതത്രേ ഉള്ളൂ. അവളില്ലെങ്കിൽ നീ ഇവിടെ നിൽക്കില്ല? ഇല്ല. ആഹാ, നീള് കൊള്ളാലോ. നല്ല ചങ്കൂറ്റുണ്ട്. നമ്മള് ഒരുമിച്ച് നിൽക്കേണ്ടവരാ. ഒന്നിച്ച് നിൽക്കും ഇന്ന് വൈകുന്നേരം വരെ. അതിനുള്ള അവള് സാറ വന്നില്ലെങ്കിൽ ഇവിടത്തേക്ക് ഒരു ഇന്റർവ്യൂ കൂടെ നടത്തിക്കോണം, എന്റെ ഒഴിവിലേക്ക്. ഇവിടെ നിന്ന് ഒഴിവായി പോയിട്ട് ആ സാറപ്പണ്ടാരത്തെ കൊണ്ട് മനുഷ്യന് തലവേദനയാണല്ലോ. കർത്താവേ. അല്ല പാറു, ഈ റോയി എന്താ ഭാര്യയും കുട്ടിയും കൂടെ കൊണ്ടൊന്നും താമസിപ്പിക്കാത്ത? അറിയില്ല. അതോ ഇനിയും റോയിക്ക് വല്ല ചുറ്റിക്കളിയുണ്ടോ? അറിയില്ല. അതെങ്ങനെ പാറു ശരിയാകുന്നത്? നിങ്ങൾ കൂടെ താമസിക്കുന്നവർക്ക് അറിയാതിരിക്കുവോ? ദേവേട്ടൻ അറിയണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണോ? ചെറുതായിട്ട്. അപ്പൊ നിർബന്ധമാണല്ലേ? എന്നാ ശരി. ചേട്ടാ, ഇതാ ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ കുഴപ്പം. എന്തേലും ചോദിച്ചാൽ ഉടനെ ഫോൺ എടുത്ത് കുത്തി ചെവിയിലോട്ട് വെക്കും. അല്ല, ഇത് ആരെ ഈ അത്യാവശ്യമായിട്ട് വിളിക്കുന്നത്? റോയ്ച്ചനെ. അതെന്തിനാ അങ്ങനെ വിളിക്കുന്നത്? അല്ല, ദേവേട്ടനാണല്ലോ റോയ്ച്ചന്റെ ഹിസ്റ്ററി മൊത്തം അറിയണ്ടേ. ഞാൻ വിളിച്ചങ്ങ് തരാം, നേരിട്ട് തന്നെ ചോദിച്ചോ. എന്റെ പൊന്ന് പാറു, ഇതേ ആളെ വിട്. ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, പാറു ഒന്നും കേട്ടിട്ടുമില്ല. എന്താ പോരെ? ശരി, ദേവേട്ടൻ പറഞ്ഞാ പിന്നെ അപ്പീലില്ലല്ലോ. അത് വേറെ ഒന്നുമല്ല, ഈ റോയി അറിയാമല്ലോ, ഒരെടുത്ത് ചാട്ടക്കാരനാ. റോയി എന്തേലും പറയും, അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടുകയല്ല. എന്നെ തന്നെ പേടിയായതുകൊണ്ടാ ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞ, വേറൊന്നുമല്ല. മനസ്സിലായ പാർക്കൊച്ചെ? മനസ്സിലായത് മാത്രമല്ല, എനിക്കെല്ലാം അറിയും ചെയ്യാം. നമുക്ക് നാളെ ഇങ്ങനെ നടക്കാനിറങ്ങാം. എന്താ? എന്തിന്? അത് വേറൊന്നുമല്ല പാറു, എൻ്റെ മനസ്സിലുള്ളത് പങ്കുവെക്കാനുള്ള ആളായി ഞാൻ പാറുവിനെ കണ്ടെത്തിയിരിക്കുന്നു. എന്താ, സന്തോഷമായില്ലേ മോളു? സന്തോഷായെന്നോ? കൊള്ളാം. റോഷൻ അറിയുമ്പോ എത്ര സന്തോഷായിരിക്കും അറിയോ? അറിയില്ലെങ്കിൽ ഇതേ കേട്ടോ. എന്റെ പൊന്ന് പാറു, ദയവ് ചെയ്ത് കുഴപ്പമുണ്ടാക്കല്ലേ പ്ലീസ്. ഞാൻ എന്തേലും പറഞ്ഞ റോയോട് ഓടിച്ചെന്ന് പറയുന്ന പാറിന്റെ ഈ അലമ്പ് ഏർപ്പാടുണ്ടല്ലോ, അത് നിർത്തണം കേട്ടോ പാറു. അത് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ദേവിട്ടാ. കാരണം റോയ്ഷൻ നമ്മളുടെ എല്ലാമാണ്. അയ്യോ, പറഞ്ഞു തന്ന സമയമൊക്കെ പോയി. അപ്പൊ നാളെ കാണാം ദേവിട്ടാ. ബൈ. കാണാം. ദൈവമേ, അവക്ക് റോയിയോടൊന്നും പറയാൻ തോന്നല്ലേ. എന്നെ എൻ്റെ ആരോഗ്യത്തെയും ഗുരുവായൂരപ്പ നീ തന്നെ കാത്തോണേ ഭഗവാനെ. ഒരു ശത്രുസംഹാര പൂജ നടത്തണം. അവൾ ഒരൊറ്റ നശിപ്പിച്ചത്. അതിന് നമ്മുടെ പ്ലാനിങ് അവൾക്ക് അറിയില്ലായിരുന്നല്ലോടാ. എന്നാലെന്താ, ആവശ്യമുള്ള കാര്യം സംസാരിച്ച പോരെ അവൾക്ക്? എടാ, നമ്മുടെ ഗെയിം മാസ്റ്റർ ബ്രെയിൻ ഒന്നും അവക്കില്ലല്ലോ. വിനീത അവളോട് സാറയുടെ കാര്യം ചോദിച്ചു, അവളുള്ള കാര്യം പറഞ്ഞു. ഞാൻ അവളെ തെറ്റു പറയില്ല. വേണ്ട, പറയണ്ട. ഇപ്പൊ വിനീത് പുറപ്പെട്ടു പോയപ്പോ തീർന്നല്ലോ കളി. റോഹിച്ചനിങ് വരട്ടെ. റോഹിച്ചനല്ലേ അവൾ അപ്പോയിന്റ് ചെയ്തത്. ചോദിച്ചിട്ടിനെ പോയി കാര്യം. എന്തെല്ലാവർക്കും ഒരു മൂഡ് ഓഫ്? ആ വിനീത് പോയ കാര്യം പറയായിരുന്നു. ആ പ്രാന്തി എല്ലാത്തിനും കാരണം റോഹിച്ചനല്ലേ അവളെ കോഫി ഷോപ്പിൽ പിടിച്ചു കയറ്റിയത്. അതെ, ഞാൻ തന്നെയാ. അതിനിപ്പോൾ എന്തുണ്ടായിരുന്ന? അവൾക്കറിയാത്ത കാര്യമായിരുന്നല്ലോ അത്. അതിന് ഞാൻ അവളെ കുറ്റപ്പെടുത്തില്ല. അതന്നെ ഞാനിപ്പോൾ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ കൂടെ നിന്ന് ചങ്ങിന് ചങ്കായിരുന്ന ഒരുത്തി ഒരു കത്തെഴുതി വെച്ചിട്ട് പോയപ്പോൾ ആരും തളർന്നില്ലല്ലോ. പിന്നെന്താ ആ പയ്യൻ പോയപ്പോൾ എല്ലാവർക്കും ഒരു ഇത്? അതല്ല റോഹിച്ച, കോഫി ഷോപ്പിൽ പ്രത്യേകിച്ച് ഒരാളില്ലാത്തപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഓർത്ത് പറഞ്ഞു പോയതാ. തന്നെയല്ല,
സുനിൽ നാളെ വരുന്ന ചില അഭ്യൂഹങ്ങൾ മാത്രമേ ഉള്ളൂ. പുതിയ മാനേജറെ വരാൻ ഒരാഴ്ച എടുക്കും. അതല്ലേ പ്രശ്നം. അതൊന്നും ഒരു പ്രശ്നമല്ല. നാളെ മുതൽ ആരും വേണ്ട കോഫി ഷോപ്പിൽ. ഞാൻ കാണും കോഫി ഷോപ്പിൽ. വിനീതിനെ കണ്ടിട്ടൊന്നുമല്ല റോയ് കൊച്ചിയിൽ ബിസിനസ് തുടങ്ങിയത്. അത് പോയിന്റ്. പോയി നിന്റെ പണി നോക്കടാ. ഏത് സമയം കൗണ്ടർ പറഞ്ഞോണ്ട് നടപ്പാ. അല്ല പിന്നെ മനുഷ്യൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ ഡയലോഗ്. സോറി റോയിച്ച, ഇവിടെ ആരും ടെൻഷൻ ആവുന്ന എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നത്. ബുദ്ധിമുട്ടായെങ്കിൽ അവൻ സെന്റിയെ കയറി പിടിച്ച്. ഇതാ അവൻ്റെ ഒരു കുഴപ്പം. എന്നാണ് നീ ഒന്ന് പക്വതാവുന്നത്? റോയിച്ചിന് നിർബന്ധമാണെങ്കിൽ നാളെ മുതൽ പക്വത അയക്കാം. ഇനി അത് വെച്ച് താമസിക്കുന്ന മോശ. എന്ത് എന്ത് വെച്ച് വെച്ച് താമസിക്കണ വെച്ച് താമസിക്കണം.